ജനത്തിന് ദുരിതം എന്ന് തീരും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാ മേഖലയിലും. അത് കൊച്ചിയിൽ മാത്രം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇനിയും ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പൊതുവേ കൊച്ചിയിൽ കണ്ട അതേ സാഹചര്യങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അറിയാമല്ലോ, റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ട് ആകെ റോഡേതാ തോടേതാ എന്ന് ഒരു മഴ പെയ്താൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യങ്ങൾക്ക് അറുതി ഉണ്ടാകണം, എവിടെയാണ് പാളിയത് എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് നമുക്ക് കടക്കണം. കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്, ഒപ്പം ഇടത് സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ്, ശ്രീ MK ഹരിദാസ്, ദി പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധി ദീപ്തി മേരി വർഗീസ. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ തദ്ദേശ സ്ഥാപനങ്ങളോട് ഇതിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകി, കളക്ടർക്കടക്കം നിർദ്ദേശങ്ങൾ നൽകി. പക്ഷേ കൊച്ചിയടക്കം വീണ്ടും പഴയപടിയാണ്. കാരണം ദുരിതം പേറുകയാണ് അവിടുത്തെ ഓരോ വീടും. എത്രയോ ആളുകൾ വിലപിക്കുന്ന കാര്യം, അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ആദ്യ ദിവസം തന്നെ മഴക്കോള് വന്ന് മഴ പെയ്ത് കഴിഞ്ഞ അവസ്ഥയാണ്. ഇനിയുള്ള ദിവസങ്ങൾ വരാനിരിക്കുന്നു. ഇനി കാലവർഷം വരാൻ പോകുന്നു. എവിടെയാണ് പാളിയത്? എന്തുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്നു? ദീപ്തി മേരി വർഗീസ്. ഇത് നമ്മുടെ നഗരങ്ങളിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ അനുഭവമൊന്നും അല്ലല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിചാരിതമായി നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2018 പ്രളയമായിരുന്നു. അത് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് ശേഷവും പ്രളയത്തിന് ശേഷവും ഏത് തരത്തിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ദിശാബോധമില്ലാത്ത ഒരു ഗവൺമെൻറ്, ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കൊച്ചിയെ പറ്റിയാണ് ഏറ്റവും അധികം ഇവിടെ കാണിച്ചത്. കൊച്ചിയും തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ ഒരേപോലെ ഇത്തരത്തിലുള്ള പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കടലിനോട് കായലിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു നഗരം എന്നുള്ള നിലയ്ക്ക് ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം, ശരിയായ രീതിയിൽ വെള്ളത്തിൻ്റെ പോക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ കൊച്ചി നഗരസഭയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയുമൊക്കെ ഇടഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുല്ലശ്ശേരി കനാൽ റോഡ്, നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള മുല്ലശ്ശേരി കനാൽ റോഡ് MG റോഡുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന കനാലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ നഗരസഭ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഏതാണ്ട് 9 കോടി രൂപ ഇതിൻ്റെ പ്രവർത്തനത്തിനായി, ഈ പദ്ധതിക്കായിട്ട് നഗരസഭയിൽ നിന്ന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് കൊടുത്തതാണ്. സർക്കാരിന് നഗരസഭയാണ് ഈ പണം കൊടുത്തത്. ഈ പണം കൊടുത്തിട്ടും ഇപ്പോഴും അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം, അവിടെ യാതൊരു വിധത്തിലുള്ള പണിയും നടന്നിട്ടില്ല. അവിടെ പല ടെക്നിക്കാലിറ്റിയും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിൻ്റെ പണി നടക്കാതിരിക്കുകയാണ്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡ് കാണിച്ചു, കൊച്ചിയിലെ KSRTC ബസ് സ്റ്റാൻഡ്. അത് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ മുല്ലശ്ശേരി കനാലുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ വെള്ളം കെട്ടാനുള്ള കാരണം ഇത് ശരിയായ രീതിയിലുള്ള അതിൻ്റെ വർക്ക് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ഇഴഞ്ഞു നീങ്ങുന്നത് എന്നുള്ളതിന് കൊച്ചി നഗരസഭയിൽ ചോദിച്ചാൽ മറുപടിയില്ല. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് മറുപടിയില്ല, കളക്ടറിന് മറുപടിയില്ല. ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതിന് മറുപടി നൽകുന്നില്ല. ഇനിയും കൊച്ചിയിൽ സംഭവിച്ച മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം നഗരസഭകൾക്കാണ്, തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. എന്നാൽ അത് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ എറണാകുളത്ത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ചില സ്ഥലങ്ങളിൽ, ഇവിടുത്തെ ഏറ്റവും വലിയ തോടാണ് ചങ്ങാടംപൂക്ക് തോടെന്ന് പറയുന്നത്, അവിടെ ശുചീകരണത്തിനായി കോൺട്രാക്റ്റ് കൊടുത്ത ആളുകൾ വന്നിട്ട് അവരുടെ കയ്യിൽ ശരിയായ രീതിയിലുള്ളൊരു എക്യുപ്മെൻറ്റ്സ് പോലുമില്ല. അപ്പോൾ വലിയ തോടുകൾ ഏത് രീതിയിലാണ്, ഏത് തരം എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചാണ് ശുചീകരിക്കേണ്ടത്? നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട്. ശുചിത്വ മിഷൻ, NHM, അങ്ങനെ ഈ തീരുമാനങ്ങളൊക്കെ ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ പോരല്ലോ. ശരാശരി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഫണ്ടിൻ്റെ കാര്യത്തിൽ, തനത് ഫണ്ടിൻ്റെ കാര്യത്തിലടക്കം അവർക്ക് മറ്റ് കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 10-12 വർഷം മുമ്പ് ഉള്ള 30,000 രൂപ ഈ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം. കാരണം 12 വർഷത്തിന് ശേഷം നമ്മുടെ കൂലി മാറുന്നു, ദൈനംദിന ചെലവുകൾ മാറുന്നു, എക്യുപ്മെൻസിനുള്ള പണം മാറുന്നു. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അറിയാമല്ലോ, ഒരു പഞ്ചായത്തിൽ 10-23 വാർഡുണ്ട്. ഈ വാർഡിനൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ
ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ ഒരു പരുവപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കാതെ നമ്മൾ ഇതിനെ എങ്ങനെ നമ്മൾ നേരിടും? കാരണം അത് പുതിയ സാഹചര്യമല്ലോ. നമുക്കറിയാം, മഴക്കാലം, വേനൽ മഴ പെയ്യുന്നു, അത് കഴിഞ്ഞാൽ 10-15 ദിവസം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കാലവർഷം എത്തുകയാണ്. അപ്പോൾ ആരുടെ പിടിപ്പുകേടാണിത്? അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത് പ്രജീഷ്. അതായത് ഫെബ്രുവരി മാർച്ച് മാസം വേനൽക്കാലത്ത് തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചി നഗരസഭയിൽ ഇതിൻ്റെ ടെൻഡർ കൊടുക്കുന്ന ഏതാണ്ട് ഫെബ്രുവരി മാസത്തിലാണ് എഗ്രിമെൻ്റ് വെക്കുന്നത്. അപ്പോൾ ഡീപ്പ് ഡീസിൽറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അതായത് തേവര പേരണ്ടൂർ കനാൽ ഇതുവരെ ശുചീകരിച്ചിട്ടില്ല. ഏറ്റവും വലിയ കനാലാണ്. കൊച്ചി നഗരത്തിൽ തേവര ഭാഗത്തുള്ള ആ തേവര പേരണ്ടൂർ കനാലിൽ നിന്നാണ് കായലിലേക്ക് വെള്ളം ഒഴുകി പോകേണ്ടത്. അവിടെ ഡീപ്പ് ഡീസിൽറ്റിംഗ് നടന്നിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഈ ചങ്ങാടംപോക്ക് തോട് തുടങ്ങിയ പ്രധാനപ്പെട്ട തോടുകളിലൊന്നും എന്തുകൊണ്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എഗ്രിമെന്റ് വെച്ചതിന് ശേഷവും ആരംഭിക്കാതിരുന്നത്? ഇന്നലെ ജനക്കൂട്ടം, അവിടെ വലിയ ജനക്കൂട്ടം പല ഭാഗങ്ങളിലും വന്നു. ഞാൻ അവിടെ നേരിട്ട് ചെന്ന അവിടെ കണ്ട ഒരു വ്യക്തിയാണ്. അവർ പറയുന്നത് ഇതിന്റെ ലെവൽസ് അളഞ്ഞോട്. കോൺട്രാക്ടർ പറയും ലെവൽസ് കൊടുത്തിട്ടില്ല ഉദ്യോഗസ്ഥർ, അതുകൊണ്ടാണ് വൈകുന്നതെന്ന് പറയും. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ പൂർണ്ണമായ കെടുകാര്യസ്ഥതയാണ് കൊച്ചി നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരും ശ്രദ്ധിക്കാനില്ല. ഈ നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ നഗരം ഇന്ന് ഭരിക്കുന്ന നഗരസഭയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചെറുതോടുകളുണ്ട്, ചെറിയ കനാലുകളുണ്ട്. അവിടെ ശുചീകരണം ആരംഭിച്ചത് വളരെ വൈകിയായി. ഇപ്പോൾ ഈ മെയ് മാസത്തിൽ 2ാം വാരമൊക്കെയാണ് പല സ്ഥലങ്ങളിലും അവിടെ ശുചീകരണം തുടങ്ങിയത്. അപ്പോഴേക്കും മഴയെത്തി. ഇതുപോലെ വേനൽ മഴ നമുക്കിതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തുടങ്ങേണ്ട ശുചീകരണ പ്രവർത്തനം ഇക്കാലം വരെ, ഈ ദിവസം വരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരത്തും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇവിടെയൊക്കെയുള്ള മേയർമാർ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ജോലി എന്നുള്ളതാണ് നഗരത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് സർക്കാർ ആഹ്വാനം ചെയ്തു. താങ്കൾ ഇപ്പോൾ ചോദിച്ചല്ലോ, സർക്കാർ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. സർക്കാരിന് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളോട് പറയുമ്പോൾ അവർ ഈ പ്രവർത്തനം ചെയ്യുന്നില്ലെങ്കിൽ അത് ഓവർലുക്ക് ചെയ്യാനുള്ള അധികാരമില്ലേ? തദ്ദേശ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയില്ലേ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇടപെടാത്തത്? ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, സാധാരണ ജനങ്ങൾ അവർ സാധനങ്ങളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരിക. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്. ഈ മുഴുവൻ വീട്ടു സാധനങ്ങളും അവർ ജീവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സാഹചര്യങ്ങളും വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കേണ്ടി വരുന്നു. പണ്ടൊക്കെ ഈ കടൽ ഓരോ പ്രദേശങ്ങളിലായിരുന്നു ഇത്തരം കാഴ്ചകൾ കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. എല്ലാ പ്രദേശത്തും വെള്ളം കയറുകയാണ്. എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം, കൃത്യമായ ഡ്രെയിനേജ് സിസ്റ്റം, ഇത് ശുചീകരിക്കാനുള്ള നേതൃത്വം കൊടുക്കുവാൻ നഗരസഭകൾക്ക് കഴിയുന്നില്ല എന്നുള്ള പരാജയം എന്ന് ദീപ്തി മേരി വർഗീസ് പറയേണ്ടി വരുന്ന ഉദാഹരണമാണ്. കൊച്ചിക്കാർക്ക് താങ്കൾ പറഞ്ഞതുപോലെ ഇനിയും അവരെ ഇങ്ങനെ തട്ടിക്കളിക്കരുത്, അവരെ വട്ടം കറപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. ശ്രീ എം കെ ഹരിദാസ്, ഈ നമുക്കറിയാം, നമ്മളിങ്ങനെ ആഹ്വാനങ്ങളൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കും. ആഹ്വാനമല്ല വേണ്ടത്. പ്രധാനപ്പെട്ട അധികാരികൾ അവരെന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു മാസം മുൻപായിരുന്നെങ്കിൽ ഈ പാവങ്ങൾക്ക് തേനും പാലുമായി വീട്ടുകളിലേക്ക് ചെല്ലുമായിരുന്നു. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടമാണ്. അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ 5 വർഷം കൂടി കഴിഞ്ഞ് മതി അവരെ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നോക്കിയാൽ 2 വർഷം. അപ്പോൾ ഈ അതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കരുതേണ്ട ആളുകൾ, കരുതേണ്ട കരങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ മേയറുണ്ട്, ഏറ്റവും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം അവിടേക്ക് വരുന്നു. അതും അങ്ങേയറ്റം ചെല്ലുന്ന ഒരു അവസ്ഥയിൽ. പിന്നീട് തദ്ദേശ മന്ത്രിയുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്നൊരു അലർട്ട് കൊടുക്കാം. കാരണം ഈ നമ്മുടെ സൈക്ലോണുകളൊക്കെ കാലം തെറ്റി പല രീതിക്കാണ് വരുന്നത്. മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് പോലെ ഉത്തരേന്ത്യയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെയാണ് ഇവിടുത്തെ സ്ഥിതി. ഒരു മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ അങ്ങ് മുടിഞ്ഞു പോകുന്ന തരത്തിലേക്ക് വെള്ളം കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണണ്ടേ? നമ്മുടെ അധികാരികളുടെ പിടിപ്പുകേട് കൂടിയാണോ? കൊച്ചിക്കാർക്കടക്കം തിരുവനന്തപുരത്തേക്ക് വരൂ, പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഹരിദാസ് സാർ ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് വന്ന് ബസ്സിറങ്ങിയോ വന്നിട്ട് ഈ നഗരത്തിലൂടെ സ്വന്തം വാഹനത്തിലോ അല്ലാതെയോ പോയി നോക്കുക. കോഴിക്കോടേക്ക് ചെല്ലുക. തീരപ്രദേശത്തെ ദുരിതം. അപ്പോൾ ഇതാരോട് പറയാൻ, ആര് കേൾക്കാൻ എന്ന് ഈ നാട്ടിലെ പാവങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ലേ ശ്രീ എം കെ ഹരിദാസ്? ചോദിക്കുന്നതിൽ മാത്രമാണ് അർത്ഥം. കാരണം അവർ നികുതി പണം മുടങ്ങാതെ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവർക്ക്, ഈ ഭരണാധികാരികൾക്ക് ആർക്കായാലും അവർക്കൊരു ആർഭാട ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. വിവരക്കേടും കെടുകാര്യസ്ഥതയും ദീർഘവീക്ഷണക്കുറവും ഒത്തുചേർന്ന ഭരണാധികാരികൾ
നമുക്കുണ്ടായാലുള്ള ഭവിഷ്യത്താണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ടെങ്കിലും, കാരണം അവർ പറഞ്ഞതിൽ പകുതിയിലേറെ രാഷ്ട്രീയമാണ്. ഇതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ ഭരിക്കുന്നത് കൊണ്ടും കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ടൊന്നും അല്ല ഈ പ്രശ്നങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മേയർ സൗമിനി ജെയിൻ കൊച്ചിൻ കോർപ്പറേഷൻ മേയറായിരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ദീർഘവീക്ഷണ കുറവാണ്. അതായത് ഒരു റെയിൻ മാപ്പിനനുസരിച്ചിട്ട് മഴവെള്ളത്തെ കൃത്യമായി വെള്ളക്കെട്ടില്ലാത്ത വിധത്തിൽ അതിനെ കൃത്യസ്ഥലത്ത് എത്തിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും, പ്രത്യേകിച്ച് കൊച്ചി, അതുമാതിരി തന്നെ കോഴിക്കോട്, അതുമാതിരി തന്നെ നമ്മുടെ തിരുവനന്തപുരം മറ്റേ കോർപ്പറേഷനുകൾക്ക് അങ്ങേയറ്റം പാളിച്ച പറ്റിയതിന്റെ അപകടമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൊച്ചിയുടെ കാര്യത്തില് മറ്റൊരു കാര്യം അവർ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് കൊച്ചിയുടെ കാര്യത്തിലല്ല അവരുടെ അനുഭവം പറഞ്ഞത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതികള് ഈ 11th ഹവർ എന്ന് പറഞ്ഞൊരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ല. അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കാര്യക്ഷമമായിട്ട് നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ കാനകളാണെങ്കിൽ പോലും അതിലൂടെ കുറെയെങ്കിലുമൊക്കെ വെള്ളം പോയിട്ട് അതാത് ഏത് കാനകളെ, ഏത് വലിയ കനാലുകളെ ലക്ഷ്യമിട്ടാണ് അത് പണിത് വെച്ചാൽ അതിലേക്ക് പോകുമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചിൻ കോർപ്പറേഷന്റെ മേയറുടെ ഒരു വിലാപം നിങ്ങൾ മാതൃഭൂമിയുടെ ചാനലിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ MG റോഡിൽ കൃത്യമായിട്ടുള്ള സ്ലോപ്പ് ഇല്ലാത്തതാണ് പ്രശ്നം. കൊച്ചി നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ കാര്യം ഇവിടെ കാനകള് ആവശ്യത്തിൽ പകുതിയിലധികം കാനകളില്ല എന്നുള്ളതാണ്. ഇതാരാണ് ചെയ്തു കൊടുക്കേണ്ടത്? MK ഹരിദാസിനും പ്രതീക്ഷയും കൂടിയിട്ടാണോ ഈ കാനകൾ ചെയ്തു കൊടുക്കേണ്ടത്? അതുമാതിരി തെക്കോട്ട് സ്ലോപ്പുള്ള കാന വടക്കോട്ട് സ്ലോപ്പാക്കി പണിയുമ്പോൾ അവിടെ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഒരു അധികാരിയെങ്കിലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പല കാനപണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കാനപണി നടക്കുന്ന സ്ഥലത്ത് ഞാൻ കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാം ഇതിന്റെ സ്ലോപ്പ് ഉൾട്ടയായിട്ടാണ് ചെയ്യുന്നത്. ഇത് തെക്കോട്ട് പോകേണ്ട വെള്ളം വടക്കോട്ട് പോകുന്ന ദൂരത്തിലാണ് ഇതിന്റെ അടിയിലെ കോൺക്രീറ്റിംഗ് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ആരോട് പറയാൻ? അവിടെ കോൺട്രാക്ടറുടെ ശിങ്കടികൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടേക്ക് PWDയുടേതാകട്ടെ, കോർപ്പറേഷൻ്റെതാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ ഒരു സൂപ്പർവൈസറുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വിലപിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഞങ്ങളുടെ നികുതി പണം ഓരോ മഴക്കാലത്തും നിങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം ഈ ഓപ്പറേഷൻ ത്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെലവാക്കുമ്പോൾ അത് വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്നത്. അത് കാര്യക്ഷമമായിട്ട് പിറ്റത്തെ കൊല്ലത്തേക്ക് നിൽക്കാനുള്ള സാഹചര്യമില്ലാത്ത ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ കോടിക്കണക്കിന് നികുതി പണമാണ് നിങ്ങൾ മഴവെള്ളത്തിലൂടെ ഒഴുക്കിക്കളയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ IT പാർക്കിലെ എന്താ പറയുക, ബാറ് തുടങ്ങാൻ വ്യഗ്രത കാണിക്കുന്ന ഈ സർക്കാർ ആദ്യമായിട്ട് IT പാർക്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇന്ന് എന്റെ മരുമകൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു പോകുന്നു വെച്ചാൽ അവിടേക്കൊന്നും കടക്കാൻ പറ്റുന്നില്ല. ഈ IT പാർക്ക് നിൽക്കുന്നത് കുണ്ടിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എടച്ചിറ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം സാധാരണ റോഡ് ലെവലിൽ നിന്നും ചുരുങ്ങിയത് 40 അടി താഴ്ചയിൽ നിൽക്കുന്ന ഒരു IT പാർക്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാക്കുന്നുള്ളത് മനസ്സിലാക്കാൻ 67 കൊല്ലമായി നമ്മുടെ കേരളം രൂപം കൊണ്ടിട്ട്. കഴിഞ്ഞ 25 കൊല്ലത്തെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ആ IT പാർക്ക് നന്നാക്കി എടുക്കാൻ പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കേരളീയം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് പെയ്ത ഒരു അത്യപൂർവ മഴയ്ക്ക് നഗരം വെള്ളക്കെട്ടിലായി എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് ഇത്തരം കേരളീയം നടത്തുന്നത്? 4ാം ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് നടത്താൻ പോകുന്ന ആഭാസവും എന്തിനാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിഞ്ഞാലല്ലേ കേരളത്തിലേക്ക് വ്യവസായികളും മറ്റും വന്നിട്ട് ഈ 4ാം ലോക കേരള സഭ കൊണ്ടൊക്കെയുള്ള പ്രയോജനം ഉണ്ടാകൂ എന്നുള്ളത് ഇവർ മനസ്സിലാക്കണ്ടേ പ്രതീക്ഷ. ഇനിയിപ്പോ താങ്കൾ പറഞ്ഞതിൽ നിന്ന് അപ്പുറമായിട്ട് ഞാനൊരു ഗുരുവായൂരുകാരനാണ്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് വന്ന അത്രയും ജനങ്ങൾ തിരിച്ചു പോയിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ മുട്ടിന് മുകളിലാണ് വെള്ളം. 2400 കോടി രൂപയാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കുകളിൽ കിടക്കുന്നതെന്ന് ആലോചിക്കണം. പക്ഷെ ഗുരുവായൂരപ്പന് നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഈ 2400 കോടിയിൽ നിന്നും ഒരു 100 കോടി എടുത്ത് ഗുരുവായൂരിന്റെ ചുറ്റും കൃത്യമായിട്ടുള്ള കാനകൾ പണിതുകൊണ്ട് വെള്ളം കൃത്യസ്ഥലത്തേക്ക് എത്തിക്കാൻ ഗുരുവായൂരപ്പനാകില്ല. ഗുരുവായൂരപ്പനെ ഭരിക്കുന്ന ഭരണസമിതിയും ഇടതുമുന്നണിയുടേതായി തീർന്നത് യാദൃശ്ചികം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുമുന്നണിയുടേതായത് യാദൃശ്ചികം എന്നല്ലാതെ എന്ത് പറയാനാണ്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. കൃത്യമായിട്ട്
ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്ര നഗരം ലോകത്തിന് അഭിമാനമാണ്. എനിക്കൊക്കെ എത്ര അഭിമാനമാണ്, ഞാൻ ഗുരുവായൂരുകാരനാണെന്ന് പറയാം. കാരണം വേറെ അഡ്രസ്സ് വേണ്ട. ആ ഗുരുവായൂരിനെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ തൊഴാൻ വരുന്ന ഗുരുവായൂരിനെ പോലും വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്ത ഈ ഇവിടുത്തെ ഭരണാധികാരികൾ കൊച്ചിയിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും മഴക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സർക്കാരിന്റെ കാലത്തും കേരളത്തിൽ നടന്നില്ല എന്നുള്ളത്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, കാരണം വെള്ളാനങ്ങൾ എന്നാണ് സിനിമയിൽ പറയുന്നത്, ഇപ്പൊ ശരിയാക്കി തരാം, എന്താ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നത് പോലെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിന്ന് കേട്ട് നിർദ്ദേശമൊക്കെ വഹിച്ചങ്ങ് പോയി. പക്ഷേ അറിയാമല്ലോ, കാരണം കോർപ്പറേഷനുകളിൽ 4 ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. അപ്പോൾ ഉത്തരവാദിത്തം വളരെ വലുതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രകൃതി കലിതുള്ളുമെന്ന് ഒരു സുപ്രഭാതത്തിൽ രാവിലെ വന്നിരുന്ന് നമ്മൾ അറിയുകയല്ല ചെയ്യുന്നത്, അത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യവുമാണ്. കാലം തെറ്റിയുള്ള പ്രളയം, മഴയൊക്കെ നമ്മൾ നേരിട്ട് ദുരിതത്തിൻ്റെ അങ്ങേ പടി എത്തിയ ഒരു സാഹചര്യവും നമ്മൾ കാണുമ്പോൾ ഈ മഴ കഴിഞ്ഞാണോ മഴക്കാല ശുചീകരണത്തിലേക്ക് നമ്മൾ കടക്കേണ്ടത്? ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പോയതിൻ്റെ ഫലമാണോ കൊച്ചിയടക്കം പാവപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ കിടന്നിങ്ങനെ ഉഴർന്ന് വിലാപം അവർക്ക് നിലവിളിക്കേണ്ടി വരുന്ന അവസ്ഥ? അതിൽ എന്ത് നമ്മൾ അവരോട് പറയും ഡോക്ടർ ബി ജയരാജ്? പ്രതീക്ഷ അവരുടെ ഈ അവസ്ഥയിൽ വളരെയധികം പരിതപിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം വിഷമുണ്ടാകുന്നു. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഗർഭിണിമാരുടെയൊക്കെ അവസ്ഥയിൽ വളരെയധികം വിഷമവും വേദനയുണ്ട്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു സഡൻ ഹെവി ഡൗൺ പവർ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ റൺ അവേ വാട്ടർ എല്ലാം ഡ്രെയിൻ ഓഡിയോ മ്യൂട്ടാണ് ശ്രീ ജയരാജ്. ഇപ്പൊ പറയാം, തുടർന്നോളൂ. ഓക്കെ, ഇത് ലോകം മുഴുവൻ നമ്മളിപ്പോ ഒരു ഭയങ്കര ചൂടിന് അതിനുശേഷം എൽനിനോ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സഡൻ ഡൗൺ ഫോർ ഉണ്ടായത്. അത് മാത്രമല്ല, രണ്ടാമത് ഇൻക്രീസ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി, ഇത് വാട്ടർ ക്ലോഗിംഗ് ഉണ്ടാക്കും. പിന്നെ ഈ ഡ്രെയിനേജിനകത്ത് വേസ്റ്റ് തള്ളുന്നത്, പ്ലാസ്റ്റിക് ബാഗുകളിനകത്ത്. ഇപ്പൊ ചെന്നൈ, ബംഗളൂരു, ഡൽഹി മുഴുകിയ വലിയ വലിയ പട്ടണങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ആളുകൾ ചാക്കിൽ കെട്ടി ഈ സാധനം നമ്മൾ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ്. ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് ജനങ്ങളുടെ ഈ അവസ്ഥയിൽ പരിതപിക്കുക മാത്രമല്ല, ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, സിവിക് സെൻസ് ഉണ്ടാക്കാനായിട്ടുള്ള വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എവിടെയാണ് അന്യന്റെ പറമ്പിലേക്ക് എന്തും എടുത്തെറിയാം, കോഴിയുടെ വേസ്റ്റ് എവിടെ വേണമെങ്കിലും നിക്ഷേപിക്കാം, മനുഷ്യ വിസർജ്യം എവിടെ തദ്ദേശ സ്ഥാപനങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിനി പാഠപുസ്തകത്തിലേക്ക് നമുക്ക് പിന്നീട് ഉൾപ്പെടുത്താം. അതിനുമുമ്പ് ഈ മഴക്കാലം അവരെ അവിടെ ആ ഏരിയ തുടച്ചു നീക്കും. അതൊക്കെ നമുക്ക് പിന്നീട് ഇനി നമുക്കത് ചെയ്യേണ്ട, അതിനൊക്കെ അത് ഒരു അക്കാഡമിക്കൽ ചർച്ചകളിലേക്ക്, അത് നമ്മൾ പ്രായോഗികമായ ചർച്ചകൾ, പ്രായോഗികമായ രീതിയിൽ ഒരു സർക്കാർ എന്നൊരു ഭരണകൂടത്തെ ആശ്രയിച്ചാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ വരുന്ന കാര്യമല്ല. ദീർഘവീക്ഷണത്തിലുള്ള പദ്ധതികൾ വേണം. ആ പദ്ധതികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഏകോപിപ്പിക്കണം. പിന്നെ മറ്റൊന്ന് ആരോഗ്യവകുപ്പിന്റെ വീഴ്ച എണ്ണിപ്പറഞ്ഞാൽ ഒരുപാടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരു നിസ്സംഗതാ മനോഭാവം ഉണ്ടായിട്ടില്ലേ? കാരണം പനിക്കാലം വരാൻ പോകുന്നു, പകർച്ചവ്യാധികൾ, ആശുപത്രികളിലൊക്കെ ആളുകൾ ക്യൂവിലാണ്, കിടക്കകളൊക്കെ തന്നെ നിറഞ്ഞു പോകുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെടാൻ സർക്കാരിനായിട്ടുണ്ടോ, സ്റ്റേറ്റിനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഡ്രൈ ഡേ നമ്മൾ ആചരിക്കുന്നുണ്ട്, ഡെങ്കിപ്പനിയെ തുരത്താനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്, ഫോഗിങ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാരണം, ഒരു സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്ത് വരാതെ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. കാര്യം ചാക്കിൽ കെട്ടി എന്റെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഒരാളുടെ അടുക്കളയിൽ ഇട്ടാൽ, ഇപ്പൊ ഹരിത കർമ്മസേന വഴി പ്ലാസ്റ്റിക് കളക്ട് ചെയ്താലും 150 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരും അത് കൊടുക്കാറില്ല. എന്നിട്ട് കൂട്ടിയിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന് കെട്ടിപ്പൊതിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് തള്ളുക, തെരുവോരങ്ങളിൽ തള്ളുക, നിരന്തരമായി കണ്ടുവരുന്നതാണ്. ഇവരെ കൊണ്ട് എന്താ ചെയ്യിക്കണമെന്ന് വെച്ചാൽ, ഇവർക്ക് ഹെവി പണിഷ്മെന്റ് ഒന്നും കൊടുക്കണ്ട, ഇവരെ കൊണ്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. ഇത്തരം ചെയ്യുന്ന ആളുകളെ ക്രിമിനലുകളെ പോലെ ട്രീറ്റ് ചെയ്ത് ഇവർക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ഇതിന് കൊടുക്കേണ്ടുന്നത്. അങ്ങനെ ഒരു സിവിക് സെൻസ് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് വരാതെ ഇനി എത്ര തവണ ക്ലീൻ ചെയ്താലും നമ്മൾ ഈജിയൻ കാലിത്തൊഴുത്ത് ക്ലീൻ ചെയ്ത ഹെർക്കുലീസിന്റെ അവസ്ഥയിലായിരിക്കും ഏത് ഭരണാധികാരി വന്നാലും അവസ്ഥ. അല്ലെങ്കിൽ ഈ ജനങ്ങൾ കൂടി തീരുമാനിക്കണം, നമ്മുടെ നാടാണ്, നമ്മൾ തീരുമാനിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഇൻക്രീസ്ഡ് കൺസ്ട്രക്ഷൻ വർക്കാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി, എത്ര റോഡുകളാണ് പൊളിഞ്ഞിടക്കുന്നത്, എത്ര എണ്ണം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇതെല്ലാം ചെല്ലുന്നത് ഓടകളിലേക്കല്ലേ. ഇത്തവണ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറക്കേണ്ടി വന്നില്ല. തമ്പാനൂർ ഭാഗത്ത് വലിയ വെള്ളക്കെട്ട് ഇത്തവണ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഭേദമാണ്. അല്ലെങ്കിൽ എത്ര അഭയാർത്ഥി ക്യാമ്പുകൾ ഇപ്പൊ തുറക്കേണ്ടി വന്നതിന്. ഇനിയിപ്പോ മൺസൂൺ വരാൻ പോവുകയാണ്.
എന്താണ് പെട്ടെന്ന് ഈ വെള്ളം വരുമ്പോഴത്തേക്കും സഡൻ ഡൗൺ പോർ ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സഡൻ ഡൗൺ പോർ ആണ് ഇവിടുത്തെ വിഷയം. ആ സഡൻ പോണ്ട റിയാക്ഷൻ ടൈം വേണം ഇതിന്. ഇത് ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി റിയാക്ഷൻ ടൈം വേണം. എങ്ങനെയാണ് ഭൂമിയിലേക്ക് പോകുന്നത്? എല്ലായിടവും ഇന്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുകയല്ലേ. സ്വന്തം ഭൂമിയിൽ വെള്ളം ഇറങ്ങാത്ത രീതിയിലല്ലേ സംവിധാനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലായിടവും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. വയലുകളെല്ലാം നികത്തുകയല്ലേ. ഈ പരിസ്ഥിതി ബോധമൊക്കെ ഇല്ലാതെ ജനങ്ങൾക്ക് മലകളെല്ലാം ഇടിച്ചു നിരത്തുകയല്ലേ. സ്പോഞ്ചുകൾ പോലെ വെള്ളം സംരക്ഷിക്കുന്ന പരിസ്ഥിതി ബോധം ഉണ്ട്. എൻവയറൺമെന്റൽ സ്റ്റഡീസ് ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതുബോധം എന്നുള്ളൊരു കാര്യം കൂടെ പഠിപ്പിക്കാതെ ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാതെ ഫ്രം ബാക്ക് ടു ബേസിക്സ് അല്ലാതെ ഈ കാര്യമൊന്നും നേരെ നടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. സർക്കാരുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം വളരെ വലുതാണ്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചർച്ചയിൽ ഈ ജനുവരി ഫെബ്രുവരിയിൽ തുടങ്ങേണ്ട കാര്യങ്ങൾ അത് നടത്തിയിട്ടുണ്ടോ എന്ന ഒരു സ്ക്രീനിങ് നടത്തിയാൽ കാര്യം ബോധ്യവും. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നേരത്തെ എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ ഉണ്ടായ സംഭവമല്ല. നേരത്തെ തന്നെ UDF നഗരസഭ ഭരിച്ചതാണ്. അപ്പോൾ ദീർഘവീക്ഷണമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ ഏലൂരിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട അതിലൊരു പിഴവ് വകുപ്പുകളുടെ ഏകോപനമോ ആശയവിനിമയമോ ഇല്ലാത്തതിലെ ഒരു തിക്തഫലം കൂടിയായിരുന്നു അത്. ഇറിഗേഷനും മലിനീകരണ നിയന്ത്രണ ബോർഡും അതുപോലെ പല പല വകുപ്പുകളെ ഏകോപിപ്പിച്ച് മാത്രമേ ഒരു പദ്ധതിയിലേക്ക്, ഒരു ദീർഘവീക്ഷണ പദ്ധതിയിലേക്ക് കാൽവയ്ക്കാൻ കഴിയുകയുള്ളൂ. കൊച്ചിയിലെ സാഹചര്യങ്ങളൊക്കെ, കൊച്ചിയിലായാലും തിരുവനന്തപുരത്തെ ആയാലും എവിടുത്തെ സാഹചര്യങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ പറച്ചിലും ഏകോപനം അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് കീഴിൽ വന്നിരുന്ന് പറയാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു ഏകോപനം ഈ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടായിട്ടുണ്ടോ കൊച്ചിയിൽ? അല്ല, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമൊന്നും അല്ല പറഞ്ഞത്. അത് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ സൗമിനി ജയൻ്റെ പേര് പറയും. സൗമിനി ജയൻ മേയറായിരിക്കുന്ന സമയത്താണ്, ആ അവസാന ഘട്ടത്തിലാണ് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നിലവിൽ വരുന്നത്. അതിനുശേഷം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ കൊച്ചി നഗരത്തിൽ നിലവിൽ വരുമ്പോൾ പുതിയ നഗരസഭ ചാർജ് എടുത്തു. ഇപ്പോൾ പുതിയ നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭ വെച്ചു. ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശേഷം കഴിഞ്ഞ 4 വർഷക്കാലമായി എന്ത് ചെയ്തു എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് കളക്ടറാണ്, പണം കൊടുക്കുന്നത് നഗരസഭയാണ്. ഈ നഗരസഭയും കളക്ടറുടെ ഈ സംവിധാനം, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന സർക്കാരിൻ്റെ സംവിധാനവും കഴിഞ്ഞ 4 വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം കൊച്ചി നഗരത്തിൽ മഹാരാജാസ് ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള മുല്ലശ്ശേരി കനാൽ റോഡിൽ ചെന്ന് നോക്കിയാൽ ആർക്കും കാണാം. ഞാൻ പറയുന്നത് ആർക്കും പോയി നോക്കാവുന്ന കാര്യമാണ്, അദ്ദേഹത്തിനും പോയി കാണാവുന്നതാണ്. അപ്പോൾ അവിടെ ഇത് നടത്താതിരുന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ന് നഗരം ഭരിക്കുന്ന ആളുകൾക്കാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നീട് ഈ കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഒരു റോബോട്ടിക് മെഷീൻ കൊച്ചി നഗരത്തിൽ കൊണ്ടുവന്നു. വലിയ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ വലിയ വാർത്തയൊക്കെ വന്നു. ഈ റോബോട്ടിക് മെഷീൻ നമ്മുടെ കനാലുകൾ, തോടുകളെല്ലാം ഇറങ്ങിച്ചെന്ന് വൃത്തിയാക്കി കൊണ്ടുവരും, അങ്ങനെ ചെളിവാരി കൊണ്ടുവരുന്ന ഒരു മെഷീനായിരുന്നു അത്. അന്ന് ഒരു ഡെമോ കൊണ്ടുവരികയും പിന്നീട് നഗരസഭ 6.5 കോടി രൂപ കൊടുത്ത് കൊച്ചി നഗരം അത് വാങ്ങിക്കുകയും ചെയ്തു. മിനിഞ്ഞാന്ന് ഞാൻ ഇവിടുത്തെ കൊച്ചി നഗരസഭ അധികാരികളോട് ഈ പറയുന്ന ചങ്ങാടംപോക്ക് തോട് ക്ലീൻ ചെയ്യാൻ, വൃത്തിയാക്കാൻ നിവൃത്തിയില്ല, അവിടെ മറ്റ് അവരുപയോഗിക്കുന്ന JCB പോലെയുള്ള ഇതുകൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഈ മെഷീൻ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ മെഷീൻ ഇന്ന് നഗരത്തിലില്ല എന്നുള്ള ഉത്തരമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കഴിഞ്ഞ 1 മാസമായിട്ട് ആ മെഷീൻ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട പണിയാണിത്. അപ്പം ഞാൻ പറയുന്നത് നഗരസഭയുടെ മേയറുടെ കൃത്യമായ കെടുകാര്യസ്ഥത. കൊച്ചി മേയർ പറയുന്നത് പച്ചക്കള്ളമാണ്. MG റോഡിന്റെ സ്ലോപ്പ് തിരിച്ചാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരാണ് വിശ്വസിക്കുക? എങ്ങോട്ട് സ്ലോപ്പ് ആണെങ്കിലും വെള്ളമൊഴുകി കടലിലേക്കേ പോകുള്ളൂ, വെള്ളമൊഴുകി കായലിലേക്കേ പോകുള്ളൂ. കൊച്ചി നഗരത്തിൽ നിന്നുള്ള ഈ പറയുന്ന കാക്കനാട് പോലുള്ള പ്രശ്നമാണ് പറഞ്ഞത്. അവിടെ മുതൽ ഒഴുകിച്ചെന്ന് കായലിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് പോകേണ്ട കനാലുകൾ, തോടുകൾ എന്തുകൊണ്ടാണ് ഡീസിൽറ്റിംഗ് ചെയ്യാതിരിക്കുന്നത്? അതിനുള്ള എക്യുപ്മെന്റ് വാങ്ങി 6.5 കോടി രൂപ കൊടുത്ത് വാങ്ങി, അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ നിഷ്ക്രിയത്വം കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അവസാനമായി കൊച്ചി നഗരത്തിൽ വരുന്നത് ബ്രഹ്മപുരം വിഷയം നടക്കുന്ന സമയത്താണ്. ആ ബ്രഹ്മപുരം ഇപ്പോഴും അതേപോലെ തന്നെ കിടക്കുകയാണ്. അവിടെ ബയോമൈനിങ് കൃത്യമായി നടക്കുന്നില്ല. അവിടെ ഇപ്പോഴും വേസ്റ്റ് കൂമ്പാരം ആയി കിടക്കുകയാണ്. ഈ മഴക്കാലത്ത് മഴയുമായി
ബന്ധപ്പെട്ട അസുഖങ്ങൾ ബ്രഹ്മപുരത്തിന് ചുറ്റും ജീവിക്കുന്ന പ്രദേശവാസികൾക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാർജ്ജനവും നടക്കുന്നില്ല. പണ്ട് ചെറിയ തോതിലാണെങ്കിൽ പോലും വേസ്റ്റ് വളമാക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു, വളരെ ചെറിയ ശതമാനമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതുപോലുമില്ല. ഇപ്പോൾ നഗരത്തിലെ മുഴുവൻ വേസ്റ്റും കൊണ്ട് ബ്രഹ്മപുരത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. തദ്ദേശ മന്ത്രിക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഇവിടെ നഗരം അഗ്നിക്കിരയായപ്പോൾ, ഇവിടെ വിഷപ്പുക വന്നപ്പോൾ വന്ന് ഇവിടെ പത്രക്കാരെ കണ്ട് മാധ്യമങ്ങളോട് ചില വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളോട് ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു പോയ മന്ത്രിയെ ഇപ്പോൾ ഇങ്ങോട്ട് കാണുന്നില്ല. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നുള്ളത് തദ്ദേശ മന്ത്രിക്കും കൂടി ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമുള്ളതല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് ഇടപെടാത്തത്? ഇവിടെ എം ജി റോഡ് വൃത്തിയാക്കണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ഓർഡർ. എം ജി റോഡിലെ എല്ലാ കനാലുകളും തോടുകളും വൃത്തിയാക്കണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്. എന്നിട്ട് പോലും ഈ മഴക്കാലത്തിന് മുൻപ് അത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ നഗരസഭ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കെടുകാര്യസ്ഥത. അപ്പോൾ ചെയ്യാനുള്ള ജോലികൾ ചെയ്യാതെ ഒരു നഗരസഭ, ഇപ്പോൾ ഇവിടെ സിവിക് സെൻസിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും വേണം, സിവിക് സെൻസ് വേണം. വേസ്റ്റ് തോട്ടിലേക്ക് എറിയുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ കനാലുകളിലേക്ക് എറിയുന്നുണ്ട്, അത് വലിയ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ശുചീകരിക്കുക എന്നുള്ള പ്രവർത്തനം നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെ അത്ര ബോധ്യമില്ലാത്ത, അല്ലെങ്കിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന രീതിയിൽ വേസ്റ്റ് വലിച്ചെറിയുന്ന അത്തരം ആളുകൾ, പൗരബോധമില്ലാത്ത ആളുകളുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും ആ കനാലുകളും ആ കാനകളും ശുദ്ധീകരിക്കുക എന്നുള്ള പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യാൻ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, മേയറുടെ ജോലി എന്താണ്? KSRTC ബസ് തടയലാണോ മേയറുടെ ജോലി? ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിനുള്ളിൽ പണി മുഴുവൻ തീർക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ മഴ വരും, 2 മാസം കഴിഞ്ഞാൽ മഴ വരുമെന്നറിയാം. അപ്പം മഴക്കാലത്തിന് മുൻപ് അത്യാവശ്യം എങ്ങനെയാണ് സാധാരണക്കാരന്, ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഏറ്റവും പ്രായം കുറഞ്ഞ തിരുവനന്തപുരം മേയറിനുണ്ടോ? ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടോ? ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് മേയറാക്കി വെച്ചിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും നഗരത്തിന് ആവശ്യമുള്ള പ്രവർത്തനമല്ല ചെയ്യുന്നത്. അവർ KSRTC ബസ് തടയാനും അത്തരം കാര്യങ്ങൾ SFI പ്രവർത്തനമാണ് ചെയ്യുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി കൊച്ചിക്കാരുടെ ദുരിതം അറിയുന്നില്ല, തിരുവനന്തപുരത്തെ മേയർ തിരുവനന്തപുരത്തുകാരുടെ ദുരിതം അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അധികാരികൾ എന്തായാലും കൊച്ചിക്കാരുടെയും തിരുവനന്തപുരത്തെയും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും ഗ്രാമങ്ങളിലെയൊക്കെ അവസ്ഥ ഈ മഴക്കാലത്തെ അത് തിരിച്ചറിയണം. അടിയന്തരമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ സമീപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ദീപ്തി മേരി വർഗീസ്, MK ഹരിദാസ്, ശ്രീ ഡോക്ടർ ജയരാജ്.